കാറിന്റെ പിൻഡോർ അടച്ചു. കണ്ണിൽ നിന്ന് കറുത്ത കണ്ണടയൂരി മാറ്റിക്കൊണ്ട് തന്നെ എല്ലാവരെയും നോക്കി ചുറ്റിന് ചെറിയൊരു ചിരിയോടെ കൈവീശി കാണിച്ചു അവൻ. അന്നേരം കിച്ച് ഉൾപ്പെടെയുള്ളവരുടെ ആഹ്ലാദവും ആർപ്പുവിളികളും ഉയർന്നിരുന്നു. സർ പ്ലീസ്, ഡയറക്ടർ അവനോട് പറഞ്ഞു. അവർക്കൊപ്പം അയാൾ പോയി. പിന്നാലെ പിള്ളയും. അതേസമയം നടി ചാർമി അവിടേക്ക് എത്തിയിരുന്നു. ആരാധകരൊന്ന് കൈവീശി കാണിച്ചുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന സീൻ വ്യക്തമായി കേട്ടു നിന്നു ചാർമിയും സിദ്ധു. നോക്കൂ ചേച്ചി, സിനിമയിൽ കാണുന്ന പോലെ തന്നെയല്ലേ? ചേച്ചി എന്താ കൈവീശി കാണിക്കാത്തേ? നിറഞ്ഞ സന്തോഷത്തോടെ കിച്ചു മീനാക്ഷിയോട് ചോദിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽപ്പുണ്ട് ഇവിടെ. അവരെല്ലാരും കൂടി കൈവീശി കാണിച്ചിട്ടും അയാൾ ആരെങ്കിലും ഒരാൾ സ്പെഷ്യലായിട്ട് കൈവീശി കാണിക്കുന്ന നീ കണ്ടോ? ഇല്ലല്ലോ. ജാടയാ, ഒടുക്കത്തെ ജാട. ആ കണ്ണടയും ഭാവമൊക്കെ കണ്ട അറിയില്ലേ? ചേച്ചി, ഈ കൂടി നിൽക്കുന്ന ആരാധന കേൾക്കണ്ട. ചേച്ചിയെ പഞ്ഞിക്കിടും എല്ലാരും കൂടി, ഈ ഞാനുൾപ്പെടെ. അവസാന വാചക രഹസ്യം പോലെ കിച്ചു പറയുമ്പോൾ അവനെ ദേഷ്യത്തോടെ നോക്കി മീനാക്ഷി. ശേഷം സംവിധായകൻ പറയുന്ന ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്ന സിദ്ധുവിനെയും ചാർമിയെയും നോക്കി നിന്നു. സിദ്ധു സർ, ദേ ആ കാണുന്ന സ്ത്രീകൾക്ക് നടുവിലായിട്ട് ചാർമി നിൽക്കും. അവർ ചാർമിയെ മീൻസ് അലീനെ ഞാറ് നടാൻ പഠിപ്പിക്കും. ഒരു ഞാറ് കുനിഞ്ഞെന്ന് കുത്തുന്ന അലീനെ ഈ വരി പാടിക്കൊണ്ടുപോയി സാറ് പിന്നിലൂടെ, അതായത് ഈ അരക്കെട്ടിലൂടെ എടുത്തുയർത്തി ചുറ്റി കറക്കി നിർത്തണം. അത്രയേ ഉള്ളൂ. ഷോട്ട് കഴിഞ്ഞു. ഇതാണ് പാട്ടിലെ വരി. ലിപ് മൂവ്മെന്റ് ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ടായിട്ട് സോങ് പ്ലേ ചെയ്യുക. ഒരു ബൈൻഡ് അവന്റെ നേരെ നീട്ടിക്കൊണ്ടാണ് സംവിധായകൻ പറഞ്ഞത്. അയാളുടെ കയ്യിൽ നിന്നും ആ ബൈൻഡ് വാങ്ങി അതിൽ വരിയൊന്ന് പഠിച്ചു സിദ്ധാർത്ഥ്. ആർ യു റെഡി സർ? ആ, ബട്ട് ഈ ചെളിയിലൂടെ നടക്കാന്ന് പറഞ്ഞ സൂക്ഷിച്ച് ഓടക്കണം സർ, അല്ലെങ്കിൽ വീഴും. താനെന്നെ നടക്കാനൊന്നും പഠിപ്പിക്കണ്ട. ഡയറക്ടറുടെ ജോലി താ മതി. അണ്ടർസ്റ്റുഡ്? യെസ് സർ. രഞ്ജിത്ത്, ക്യാമറ ഓൺ. ശേഷം എല്ലാവരും അവരുടെ സ്ഥലത്തേക്ക് പോയി. സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് സർ, ആക്ഷൻ എന്ന് പറഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങി. സ്ത്രീകൾ നായികയെ ഞാറ് നടാൻ പഠിപ്പിക്കുന്നു. നായിക ഒരു ഞാറ് കുത്തിയത് സിദ്ധു മുണ്ടൊന്ന് മടക്കി കുത്തി ചേറിലേക്ക് ഇറങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടിക്കൊണ്ട് നിറഞ്ഞ ചിരിയോടെ ക്യാരക്ടറായി മാറിക്കൊണ്ട് തന്നെ മുന്നിലേക്ക് 2 ചൂട് വെച്ചതും ചേറിൽ തെന്നി അതിൽ മുട്ടുകുത്തി വീണുപോയി അവൻ. വീഴ്ചയിൽ ചെളി തെറിച്ച് അവന്റെ മുണ്ടിലും നെഞ്ചിന്റെ ഭാഗത്തെ ഷർട്ടിലും മുഖത്ത് 2 തുള്ളിയും വീണിരുന്നു. പെട്ടെന്നുള്ള ആ വീഴ്ചയിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ചിരി ശബ്ദം അവിടെ ആകെ പടർന്നത്. എല്ലാവരും സ്തബ്ധരായി ഷോക്കേറ്റ് പോലെ നിൽക്കുമ്പോൾ ഒരു ചിരി ശബ്ദം മാത്രം അവിടെ പടർന്ന് സിദ്ധുവിനെ നന്നേ ചൊടിപ്പിച്ച്. അതീവ ദേഷ്യത്തോടെ തന്നെ ആ ചിരിച്ചിരിക്കുന്ന ആളെ നോക്കിയപ്പോൾ കണ്ടത് പരിസരം പോലും മറന്ന് ചേറിൽ മുട്ടുകുത്തി വീണ സിദ്ധുവിനെ നോക്കി ചിരിക്കുന്ന മീനാക്ഷിയാണ്. തന്റെ തൊട്ടു മുമ്പിൽ കൂടി നിന്ന കാഴ്ചക്കാരിൽ ഒരുവൻ അവനെ നോക്കി കൈ ചൂണ്ടി ചിരിക്കുന്ന കണ്ടതും ഉയർന്ന ദേഷ്യത്തോടെ തന്നെ ആ ചെളിയിൽ നിന്ന് എണീറ്റവൻ. സെറ്റിലുള്ള എല്ലാവർക്കും സിദ്ധുവിന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നു. തന്നെ കളിയാക്കി പൊട്ടിച്ചിരിക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് ഓരോ ചൂടുകൾ വെക്കുമ്പോഴും അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയർന്നിരുന്നു. കയറിന്റെ മുമ്പിലെത്തിയ ഉടനെ തന്നെ വോളണ്ടിയേഴ്സിനെ നോക്കിയതും അതിനർത്ഥം മനസ്സിലായതുപോലെ അവരൽപ്പം നീങ്ങി നിന്നു. സിദ്ധു തന്റെ തൊട്ടു മുമ്പിലെത്തിയതും സ്വബോധം വീണ്ടെടുത്ത പോലെ ചിരിയും നിർത്തി അടുത്തു നിൽക്കുന്ന കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി. തികഞ്ഞ ഞെട്ടലോടെ മുന്നിൽ കത്തി നിൽക്കുന്ന ദേഷ്യവുമായി അവളെ നോക്കി നിൽക്കുന്ന സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കിച്ചു. അവൻ മാത്രമല്ല, ചുറ്റിനും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ മീനാക്ഷിയിലും സിദ്ധുവിലും മാത്രമായിരുന്നു. അത് മനസ്സിലാക്കിയത് തന്റെ മുഖത്തേക്ക് മാത്രം തുറച്ചു നോക്കി നിൽക്കുന്ന സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി. ഒപ്പം പല്ല് കാണാത്ത രീതിയിൽ തന്നെ ചമ്മിയൊരു ചിരിയും ചിരിച്ചു. അത് സോറി. സിദ്ധുവിന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞെങ്കിലും ചെളിതെറിച്ച അവന്റെ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് നോക്കി ചിരി കടിച്ചു പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ദേഷ്യം നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ തന്നെ ഉയർന്നിരുന്ന സിദ്ധാർത്ഥിന്. മീനാക്ഷി സോറി പറഞ്ഞു തീർന്നു അവിടെ വലത് കൈതണ്ടിൽ സിദ്ധു പിടിച്ചിരുന്നു. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കയ്യിലും അവന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിയതും ഇടത് കൈകൊണ്ട് കയറ് പൊക്കി അവളെ വലിച്ച് കയറിന്റെ ഇപ്പുറം നിർത്തിയിരുന്നു. ശേഷം അവളെ തുറിച്ച് നോക്കിക്കൊണ്ട് തന്നെ അവളെയും വലിച്ച് ചേറിന്റെ അടുത്തേക്ക് പോയി. ഒന്ന് നിന്ന് അവളുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ തന്നെ അവളെ വലിച്ച് ചേറിലേക്ക് എറിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവന്റെ ആ പ്രവൃത്തി പിടുത്തം കിട്ടാതെ തന്നെ കൈകൾ കുത്തി കമിഴ്ന്ന് മീനാക്ഷി ചെളിയിലേക്ക് വീണു. ഇട്ടിരുന്ന പാവാടയും ബ്ലൗസും മുഖവും നീണ്ട മുടിയുമെല്ലാം ചേറിൽ മുങ്ങിയതും അത് കണ്ടു നിന്ന പിള്ള ആദ്യം ചിരിച്ചു. പിന്നീട് ആ ചിരി സെറ്റിലുള്ളവർ ഏറ്റെടുക്കുമ്പോൾ ജനക്കൂട്ടം അത് ഏറ്റെടുത്തിരുന്നു. ശരീരവും തലയും മുടിയും മൊത്തം ചേറായ മീനാക്ഷി ചെളിയിൽ എണീറ്റിരുന്നു കൊണ്ട് തന്നെ ചുറ്റിനും നോക്കി. തന്നെ നോക്കി പരിഹസിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തെയും സെറ്റിലുള്ളവരെയും കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ക്രമാതീതമായി ഉയർന്നിരുന്നു. ദേഷ്യത്തോടെ തന്നെ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വിജയച്ചിരിയോടെ നിൽക്കുന്ന അവനെയാണ് കണ്ടത്. മീനാക്ഷിയെ പുച്ഛഭാവത്തിലൊന്ന് നോക്കിക്കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞടന്നു. നിക്കടോ നിക്കടോ നിക്കടോ. ഉറപ്പുള്ള ശബ്ദത്തിൽ പിന്നിൽ മീനാക്ഷിയുടെ ശബ്ദം കേട്ട ഒന്ന് നിന്ന് തിരിഞ്ഞെട്ടലോട് അതിശയഭാവത്തിൽ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി.
സിദ്ധുവിന് മാത്രമല്ല അവിടെ കൂടുന്ന ജനക്കൂട്ടത്തിനും സെറ്റിലുള്ളവർക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ആകാംക്ഷയിൽ ചിരി നിന്നിരുന്നു. അതീവ ദേഷ്യത്തോടെയാണ് സിദ്ധു തിരിഞ്ഞു നോക്കിയത്. ചേറിൽ ദേഹവും മുഖവും മുടിയും ഉൾപ്പെടെ ചെളിയായി എണീറ്റിരിക്കായിരുന്നു മീനാക്ഷി. സിദ്ധു നോക്കുന്നുണ്ടോ ചാടിപ്പിടിച്ചതിന് എണീറ്റ് നിന്നു. താൻ എന്ത് പണിയോടെ കാണിച്ച്? താൻ ചേറിൽ വീണെന്തിരാ എന്നെ പിടിച്ച് ചെളിയിലെറിഞ്ഞ്? ദേ ഞാൻ ആരാൻ തനിക്ക് അറിയില്ല. ദേഹം മുഴുവൻ ചെളിയും പുരണ്ട് നിൽക്കുവാണെങ്കിൽ കൂടി സിദ്ധുവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ മീനാക്ഷി പറയുമ്പോൾ അതീവ ദേഷ്യത്തോടെ തന്നെ അവളുടെ അടുത്തേക്ക് പാഞ്ഞ് അവളുടെ തോൾഭാഗം കഴിഞ്ഞുള്ള കയ്യിലും പിടിച്ച സിദ്ധു. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടലോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി. ഹൂതി ഹല്ല അറിയൂ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ? ഇരു കൈയിലെയും പിടിമുറുക്കിക്കൊണ്ടാണ് സിദ്ധുവായി ചോദിച്ചെന്ന് കണ്ടതും സർവ്വശക്തിയും എടുത്ത് ആ കൈകളെ തട്ടിമാറ്റി മീനാക്ഷി. താൻ ആരായാലും എന്റെ ദേഹത്തോളം താനാരാ? എന്റെ അച്ഛനോ അതോ ഭർത്താവോ? അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യം ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ മീനാക്ഷി ചോദിച്ചു. അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഒന്ന് നിന്നുപോയി സിദ്ധു. താൻ ആരെന്നാ തന്റെ വിചാരം? സിനിമാ നടനെന്ന് പറഞ്ഞ രാജാവെന്നാണ് അർത്ഥം അതോ ജഡ്ജിയോ? എനിക്ക് ശിക്ഷ വിധിക്കാൻ താനാരാ? ആരാ താനിപ്പോ എന്തിനാ എന്നെ ചേർത്ത് തള്ളിയിട്ട്? ഞാൻ ചിരിച്ചതിനാണോ? എന്റെ ചുണ്ടും പല്ലും കൊണ്ട് ഞാൻ ചിരിക്കും. അതിപ്പോ തനിക്കെന്താടാ? അല്ലെങ്കിൽ തന്നെ തന്റെ ഈ കോലം കണ്ട ആരെ ചിരിക്കാത്ത? ഇടുപ്പിൽ വലത് കൈ കുത്തി നിന്ന് സിദ്ധുവിനെ ആകമാനം നോക്കിക്കൊണ്ടാണ് മീനാക്ഷിയുടെ ചോദ്യം. യു ബ്ലഡി പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും അവിടെ ഇരുകൈയിൽ അല്പം ബലമായി തന്നെ പിടിച്ചു. വിടോ ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ കൈകളെ തട്ടിമാറ്റി. ഒപ്പം ദേഷ്യം ഒട്ടും കുറയാതെ തന്നെ തന്റെ ഇരു ഉള്ളം കൈയിലും പുരണ്ട ചേറ് അവന്റെ മുഖത്താകമാനം തേച്ചു കൊടുത്തു. പെട്ടെന്നുള്ള മീനാക്ഷിയുടെ ആ പ്രവൃത്തി ഇരു കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചുപോയി സിദ്ധു. അതീവ ദേഷ്യത്തോടെ തന്നെ മിഴികൾ തുറന്നു നോക്കുമ്പോൾ അതിലുപരി ദേഷ്യത്തോടെ അവൻ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവൾക്കടുത്തേക്ക് പാഞ്ഞ സിദ്ധുവിനെ പ്രൊഡക്ഷൻ കൺട്രോൾ അടങ്ങുന്ന 3 പേർ ചേർന്ന് പിടിച്ചു മാറ്റി. ഇവളെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിൽ പിള്ള കയറി നിന്നു. സർ പ്ലീസ്, ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ സീനെങ്ങാനും മൊബൈൽ ക്യാമറ പകർത്തി വൈറലാക്കിയാൽ മീഡിയാസിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഇത് ആഘോഷമായിരിക്കും. യുവനടൻ സിദ്ധാർത്ഥ മേനോൻ ഒരു പെൺകുട്ടിയായിട്ട് ചേറിക്കിടന്ന് വഴക്കുണ്ടാക്കുന്ന ക്യാപ്ഷനോടെ ഈ ന്യൂസ് കാട്ടുതീ പോലെ പടരും. അത് സാറിന്റെ സ്റ്റാർ വാല്യൂവിനെയും കരിയറിനെയും വരെ ബാധിക്കും. അതുകൊണ്ട് പ്ലീസ് സാർ, പ്ലീസ്. അപേക്ഷാസ്വരത്തിൽ പിള്ള പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ അത് കേട്ട് അതിലെ കാര്യം മനസ്സിലായതുപോലെ ഒന്നടങ്ങി സിദ്ധു. കുതിരിമാറാനുള്ള ശ്രമം ഒന്ന് കുറച്ചു. സർ ഞങ്ങൾക്കും അത് തന്നെയാണ് സാർ പറയാനുള്ളത്. ഇത്രയും ആളുകൾ കൂടിക്കുമ്പോൾ സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയല്ല. അതിന്റെ നഷ്ടം സാറിന് മാത്രമായിരിക്കും. അതുകൊണ്ട് വേണ്ട സാർ പ്ലീസ്. പ്രൊഡക്ഷൻ കൺട്രോൾ കൂടി പറയുന്ന കേട്ട് എല്ലാം കണ്ടു നിൽക്കുന്ന ജനസാഗരത്തെ നോക്കിയ ശേഷം ഒന്നടങ്ങി സിദ്ധു. അയാളെ വിട്, അയാൾ എന്നെ എന്തോ ചെയ്യുന്നു പറഞ്ഞല്ലേ, വാടോ. സിദ്ധുവിനെ നോക്കി മീനാക്ഷി പറയുമ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ച് തന്നെ പിള്ളയുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു. അതുകൊണ്ട് തന്നെ പിള്ള മീനാക്ഷിയുടെ അടുത്ത് വന്നു. കുട്ടി പോയിക്കോ, വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. സാറിന് അല്പം ദേഷ്യം കൂടുതലാണ്. എന്തേ അയാൾക്ക് മാത്രമേ ദേഷ്യമുള്ളൂ? ഒരു സിനിമാ നടൻ വന്നിരിക്കുന്നു. നടക്കാൻ പോലും അറിയാത്ത ഈ കിഴങ്ങിനാരാ നടനാക്കിയത്? ആദ്യം തല്ലേണ്ട അവനെയാ, ഇയാളെ നടന്മാരാക്കിയവനെ. സിദ്ധുവിനെ നോക്കി മീനാക്ഷി പറയുമ്പോൾ മറ്റൊന്നും തന്നെ ആലോചിക്കാതെ അതീവ ദേഷ്യത്തോടെ അവൾക്കടുത്തേക്ക് പായാൻ തുടങ്ങി അവനെ വീണ്ടും പ്രൊഡക്ഷൻ കൺട്രോൾ ഉൾപ്പെടുന്ന സംഘം തടഞ്ഞു നിർത്തി. അവൻ അവരിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അയാളെ വീട്, അയാളെന്നെ കൊല്ലോ നോക്കട്ടെ, മാറും ധൈര്യം തൊട്ടു നോക്ക്. എന്നെ വിടണോ? ഇവളെ ഞാൻ. സർ പ്ലീസ് ഒന്ന് സമാധാനിക്കും പ്ലീസ്. പിള്ള അപേക്ഷ പോലെ തൊഴുകൈകളോട് തന്നെ സിദ്ധുവിനോട് പറഞ്ഞു. കുട്ടി പ്ലീസ്, സാറിന്റെ പേരിൽ ഞാൻ കുട്ടിയോട് മാപ്പ് ചോദിക്കാം. ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം പ്ലീസ്. മീനാക്ഷിയുടെ മുന്നിലായി വന്ന് അപേക്ഷാസ്വരത്തിൽ പിള്ള പറയുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ ദേഷ്യത്തോടെയാണ് മീനാക്ഷി നോക്കിയത്. എന്റെ അച്ഛന്റെ പ്രായമുള്ള നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ പോവാം, അല്ലാതെ ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. ചേറിൽ വീണ് ശീലമില്ലാത്തല്ലേ. ഒരു രാധാ സോപ്പ് വാങ്ങി നന്നായി തേച്ചൊരച്ച് കുളിപ്പിച്ചു കൊടുക്ക് നിങ്ങളുടെ സാറിനെ. കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ സിദ്ധു അലറി. പോടോ, താൻ ആദ്യം തന്റെ രൂപം ഒന്ന് കണ്ണാടി നോക്ക്, അപ്പൊ മനസ്സിലാവും ഞാൻ ചിരിച്ച എന്തിനാണെന്ന്. അതും പറഞ്ഞ് സിദ്ധുവിനെ നോക്കി മനഃപൂർവ്വം പൊട്ടിച്ചിരിച്ചു മീനാക്ഷി, അവനെ ചൊടിപ്പിക്കാനെന്ന കണക്ക്. കുട്ടി പ്ലീസ് ഒന്ന് പോയി തരുമോ? അല്പം ദേഷ്യം കലർന്നുള്ള പിള്ളയുടെ പറച്ചിൽ എന്തുകൊണ്ടും മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം ഒട്ടും കുറയാത്ത രീതിയിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാനെന്തിനാ പോകുന്നത്? വേണേ ഇയാളെ പിടിച്ചോണ്ട് പോ, മീനാക്ഷി പറഞ്ഞു. മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ പിള്ള നേരെ പ്രൊഡക്ഷൻ കണ്ടടങ്ങുന്ന സംഘം പിടിച്ചിരിക്കുന്ന സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നു. സർ, നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ മതി. ഒരു നടനെ പരിഹസിക്കാനും പഴിയേർക്കാനും ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാവും. അതുകൊണ്ട് പ്ലീസ് സാർ വരും പ്ലീസ് സാർ. സിദ്ധുവിനോടായി പിള്ള പറയുമ്പോൾ രൂക്ഷമായി ജ്വലിക്കുന്ന കണ്ണുകളോടെ തന്നെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി സിദ്ധു. ഒപ്പം എന്തോ ആലോചിച്ച പോലെ കൂടുന്ന ആൾക്കൂട്ടത്തെയും നോക്കി.
ശേഷം പ്രൊഡക്ഷൻ കൺട്രോൾ ഉൾപ്പെടുന്നവരുടെ സംഘം പിടിച്ചിരുന്ന കൈകൾ അല്പം ബലമായി തന്നെ തട്ടിമാറ്റിക്കൊണ്ട് ചേറിൽ നിന്ന് വരമ്പത്തേക്ക് കയറി. ഉടനെ തന്നെ സംവിധായകനും ക്യാമറാമാനും നടി ഉൾപ്പെടുന്ന ചിലർ അവൻ്റെ അടുത്തേക്ക് വന്നു. അതിലൊരാൾ മുഖം കഴുകാനായി ഒരു കുപ്പിവെള്ളവും അവന്റെ കയ്യിൽ കൊടുത്തു. അടപ്പ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആ കുപ്പിവെള്ളം മുഖത്തേക്ക് ഒഴിച്ചു. മുഖത്തെ മാത്രമല്ല, അവന്റെ തലമുടി ആകമാനം ആ വെള്ളം നനച്ചു. സർ, അവന്റെ നേരെ ടവൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചു. നോ പിള്ളേ, കാർ എടുക്കാൻ പറ. പിള്ളയോടായി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നടന്നു. ആ സമയം സുരക്ഷാ ജീവനക്കാർ അവന് പോവാനുള്ള വഴിയൊരുക്കി. വോളണ്ടിയർ ചെയിന്റെ ഇടയിലൂടെ പോകുമ്പോഴും ചേറിൽ നിൽക്കുന്ന മീനാക്ഷിയുടെ മുഖത്തേക്ക് അതീവ ദേഷ്യത്തിൽ തന്നെ അവൻ തുറിച്ചു നോക്കി. അതേസമയം അവരിരുവരുടെയും കണ്ണുകളിൽ പക വ്യക്തമായിരുന്നു. പിള്ളച്ചേട്ടാ, സാറ്? ധൃതിയിൽ അവന്റെ പുറകെ പോകാൻ തുടങ്ങിയ പിള്ളയോടായി സംവിധായകൻ ചോദിച്ചു. ഇന്നിനി നോക്കണ്ട സച്ചി, നാളെ ഷൂട്ട് ചെയ്യാം, ഞാൻ പോട്ടെ. സംവിധായകന്റെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ പിള്ള അവന്റെ പിന്നാലെ പോയി. സിദ്ധു പോയി കഴിഞ്ഞു കൂടുന്നവരെല്ലാവരും തന്നെ മീനാക്ഷിയുടെ നേരെയാണ് നോക്കിയത്. അത് കണ്ടതും ദേഷ്യത്തോടെ തന്നെ ചേറിൽ നിന്ന് കരയിലേക്ക് കയറി. എല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന കിച്ചുവിന്റെ മുമ്പിലായി വന്നു നിന്നു. നിനക്കിപ്പോ സമാധാനമായല്ലോ. ഷൂട്ടിംഗ് കണ്ട് നിന്റെ ചേച്ചി അഹങ്കാരി ചേറിലെറിഞ്ഞു. ഇനി വാ. ചേച്ചി നിന്നോട് വരാനാ പറഞ്ഞു. ദേഷ്യം ഒട്ടും കുറക്കാത്ത രീതിയിൽ തന്നെ മീനാക്ഷി പറയുന്ന കേട്ട് കിച്ചു സമ്മതം എന്ന രീതിയിൽ തലവുലുക്കി. നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ വഴിന്ന് മാറാൻ? ആൾക്കൂട്ടത്തോട് ദേഷ്യത്തോടെ തന്നെ കയർത്തു മീനാക്ഷി. അപ്പോഴേക്കും കൂടിയെന്നവർ ഇരുവശത്തേക്ക് ഒതുങ്ങിന്ന് കൊടുത്തു. അതിലൂടെ ദേഷ്യത്തോടെ തന്നെ മീനാക്ഷി നടന്നു പോകുമ്പോൾ അവൾക്ക് പിന്നാലെ കിച്ചുവും പോയി. റിസോർട്ടിലെത്തിയ പാടെ തന്നെ തന്റെ റൂമിലെ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി സിദ്ധു. ദേഷ്യം ഒട്ടും കുറയാത്തതുപോലെ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ആലോചിക്കുന്നതോറും മനസ്സിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ ദേഷ്യം കൂടുന്നുണ്ട്. അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. ഒരു ബ്ലാക്ക് ട്രാക്ക് പാന്റും ഇളം പിങ്ക് നിറത്തിലുള്ള ടീഷർട്ട് എടുത്തിട്ട് ടവൽ ഉപയോഗിച്ച് ഈർപ്പ് നിൽക്കുന്ന മുടി തുടച്ചു. താൻ ആദ്യം തന്നെ രൂപം പോയി കണ്ണാടിയിൽ നോക്കും, അപ്പൊ മനസ്സിലാവും ഞാൻ ചിരിച്ച എന്തിനാണെന്ന്. മീനാക്ഷി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ വീണ്ടും ഓടിയെത്തിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന ടവൽ ദേഷ്യത്തോടെ തന്നെ വലിച്ചെറിഞ്ഞു. ദേഷ്യം നിയന്ത്രിക്കാനെന്ന വണ്ണം മുഷ്ടിയിരുട്ടി അടുത്തുള്ള ടേബിളിൽ ശക്തിയായി ഇടിച്ചു. വെറുതെ വിടില്ല അവളെ, എന്റെ മുഖത്ത് ചാളി തേച്ച അവളെ വെറുതെ വിടില്ല സിദ്ധു. പകയോടെ ദേഷ്യത്തോടെ പറയുമ്പോൾ അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ പോലും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അങ്ങനെ നിന്ന ശേഷം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അടുത്തുണ്ടായിരുന്ന പിള്ളയുടെ റൂം ലക്ഷ്യമാക്കി റൂം വിട്ട് പുറത്തേക്ക് പോയി.